പാലാ രൂപതയുടെ സ്ഥലം കുഴിച്ചപ്പോൾ ഒരു വിഗ്രഹം കണ്ടുകിട്ടി. അത് അവർ ഉടൻ തന്നെ അടുത്തുള്ള ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചു. പക്ഷെ പിന്നീട് നടന്നത് കുത്തിത്തിരിപ്പുകാരുടെ ഒരു തള്ളിക്കയറ്റമാണ്. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അതായത് ഈ സംഭവം ഉണ്ടായി 3 ദിവസം കഴിയുമ്പോഴാണ് മൗദൂദി ചാനൽ എന്ന് വിളിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ള ചാനലായ മീഡിയ വൺ ഇതറിയുന്നത്. മീഡിയ വൺ അവിടെ എത്തി വലിയ വാർത്തയാക്കി. മീഡിയ വൺ ചെയ്ത അതേ ഫോർമാറ്റ് അതാണ്. മീഡിയ വൺ എന്ത് ചെയ്തോ അത് തന്നെ ഇവിടുത്തെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും ആവർത്തിച്ചു. എന്നാൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാൻ തയ്യാറായില്ല. അപ്പോൾ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായി വരുന്നുണ്ട്. എങ്ങനെ ഇതിനെ തകർക്കാം? പാലാ രൂപതയുടെ പറമ്പിൽ നിന്ന് ശിവലിംഗം കിട്ടി, അവിടെ അമ്പലം ഉണ്ടാക്കണമെന്ന് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു വാർത്ത, അത് വലിയ പ്രശ്നമായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു ഏറ്റുമുണ്ടലുണ്ടായ, പ്രത്യേകിച്ച് സ്ഥലം പാലായാണ്. പാലാ ബിഷപ്പാണ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഈ സുഡാപ്പികൾ പാലാ ബിഷപ്പിൻ്റെ പാലാ അരമന വളയാൻ വലിയ ജാഥയുമൊക്കെ ആയിട്ട് വേണ്ടി വന്ന ബിഷപ്പിനെ ശരിയാക്കും എന്നും പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടത്തി. അന്ന് അവരെ സഹായിക്കാൻ വന്നത് BJPയും സംഘപരിവാറുമായിരുന്നു, RSSും ആയിരുന്നു. അതിനെതിരെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ വന്നു. പാലാ ആയിട്ട് പോലും പിന്നെ കാസയുടെ പ്രവർത്തകരും സജീവമായിട്ട് വന്നു. കാസയും BJPയും RSSും മാത്രമാണ്. ഇവിടുത്തെ CPMോ കോൺഗ്രസോ ആരും വന്നില്ല. എന്തിന് കേരള കോൺഗ്രസ് മാണിയും ജോസഫും പോലും വന്നില്ല. പാലാ അരമനക്കെതിരെയുള്ള വെല്ലുവിളി ഭീഷണിയെ ചെറുക്കാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വന്നില്ല. സംഘപരിവാറും ഈ പറയുന്ന കാസയും മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യം, ഒരു അന്തർധാര, മറ്റേ ഭാഷയിൽ പറയുന്നത് സന്ദേശം സിനിമയിലെ ഭാഷയെ പറഞ്ഞാൽ ഈ അന്തർധാര സജീവമായിരിക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കലക്കി പാലാ ബിഷപ്പിന് വെല്ലുവിളിയുമായി പാലാ അരമന പൊളിച്ച് ശിവക്ഷേത്രം പണിയാൻ ഹിന്ദു ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന് മീഡിയ വൺ നടത്തിയ ഒരു ശ്രമമാണ് അവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു സംഭവം നോക്കാം. അവിടെ പാലാ രൂപതയുടെ സ്ഥലമാണ്. അവിടെ കപ്പ കൃഷി നടത്താൻ വേണ്ടി കുഴിയെടുത്തു, നിലം ഉഴുതുമറിക്കുകയാണ്. അപ്പോൾ ഒരു വിഗ്രഹം കിട്ടി, ഒരു ശിവലിംഗം കിട്ടി, ഒരു പാർവതിയുടെ വിഗ്രഹം കിട്ടി, സോപാനക്കല്ലുകൾ കിട്ടി. അപ്പോൾ സോപാനക്കല്ല്, അപ്പം നോക്കൂ, നമ്മൾ നോക്കുന്ന പോലെ പണ്ട് മോഹൻജി ഭാഗവത് പറഞ്ഞല്ലോ, ഈ നമ്മളെല്ലായിടത്തും ഭൂമിക്കടിയിൽ ശിവലിംഗമുണ്ടോ എന്ന് തപ്പി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്, അത് ഒരു തലമുറയ്ക്കപ്പുറം, 2 തലമുറയ്ക്കപ്പുറം, 3 തലമുറയ്ക്കപ്പുറം ആരുടെ ആയിരുന്നു ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റും. 4, 5, 6 തലമുറയ്ക്കപ്പുറം ആരാണ് അവിടെ താമസിച്ചെന്നറിയാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ അച്ഛൻ്റെ പേരറിയാം, അച്ഛൻ്റെ പേരറിയാം, ഒരുപക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേരും അറിയായിരിക്കാം. അതുപോലും ഭൂരിപക്ഷം പേർക്കും അറിയില്ല. അതാണ് സത്യം. ആ വസ്തുത ഏതാണ്? കാരണം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വംശാവലിയോ കുടുംബ ചരിത്രമോ കുടുംബ പുരാണമോ ഒക്കെ എഴുതി വെക്കുന്ന സ്വഭാവം ഒന്നും ഹിന്ദുക്കൾക്കില്ല. ഒരു പക്ഷേ ക്രൈസ്തവർക്ക് അറിയാമായിരിക്കും കേട്ടോ. ക്രൈസ്തവർക്ക് ഈ ഫാമിലി യൂണിറ്റുകളൊക്കെ വലിയ ശക്തമാണ്. അതുകൊണ്ട് അവർക്ക് 2, 3, 4 തലമുറയ്ക്കപ്പുറം ആരൊക്കെ ആയിരുന്നു എന്ന് ഒരു പക്ഷേ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അറിയാമെന്ന് ക്രൈസ്തവർക്കാണ്. കാരണം അച്ഛൻ്റെ പേരൊക്കെ ചിലപ്പോൾ മക്കളുടെ പേരുമായിട്ട് ഇട്ടിട്ട് വരും. അച്ഛൻ്റെ പേരാണ് എന്തൊക്കെ പറഞ്ഞൊക്കെ വരും. അപ്പോൾ നമുക്കൊന്നും ആ ശീലമില്ല ഹിന്ദുക്കൾക്ക്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു 3 തലമുറയ്ക്കപ്പുറം എന്തായിരുന്നു ഓർമ്മയുണ്ടാവത്തില്ല. അത്രയേ ഉള്ളൂ. അതൊരു വലിയ പരാധീനതയാണ്, പോരായ്മയാണ്. നമ്മുടെ ചരിത്രം എന്താണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം എന്താണ്, നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ്, നമ്മുടെ സാംസ്കാരിക ചരിത്രം എന്താണെന്ന് അറിയാൻ വയ്യാത്ത കിഴങ്ങന്മാരുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ മാത്രമാണ്. അതാണ് ഹിന്ദു ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്ഥിതിക്കും കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ 3, 4 തലമുറയ്ക്കപ്പുറത്ത് ഒരു ഭൂമി ആരുടെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ അവിടെ ക്ഷേത്രമായിരുന്നിരിക്കാം, ചിലപ്പോൾ ശ്മശാനമായിരുന്നിരിക്കാം. ഇപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു അയൽവാസിയുടെ പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി അസ്ഥിവാരം എടുത്തപ്പോൾ കുറേ തലയോടും അസ്ഥികളും കിട്ടി. അതിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ശ്മശാനമായിരുന്നു. അറിയുന്നില്ല. പ്രോപ്പർട്ടി വാങ്ങിച്ചു, വെറുതെ കിടക്കുന്ന പുരയിടമാണ് വാങ്ങിച്ചു. 5-6 തലമുറയ്ക്കപ്പുറത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലമാണെന്ന് എങ്ങനെ അറിയാം? അറിയാൻ പറ്റില്ല. അവിടെ വന്നിട്ട് നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വസ്തു വാങ്ങി വീടുണ്ടാക്കാൻ അസ്ഥിവാരം എടുത്തപ്പോഴത്തേക്ക് തലയോടും അസ്ഥികളും കിട്ടിയതുകൊണ്ട് ആ വസ്തു ഉപേക്ഷിച്ച് പോകാനൊന്നും പറ്റില്ല. അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ വീട് വെക്കും. കാരണം കാണുമ്പോഴേ അറിയാം പൊടിഞ്ഞൊക്കെ ദ്രവിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല ഒന്നിലേറെ കിട്ടി. അപ്പോൾ പലയിടത്തും കിട്ടി. അപ്പോൾ ഒരു ശ്മശാനമായിരുന്നു മനസ്സിലായി. പോലീസിനെയൊക്കെ അറിയിച്ചു. പക്ഷേ പോലീസും വന്നിട്ട് ഇതൊക്കെ ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തിയിട്ട് ഒരുപാട് കാലം മുമ്പുള്ളതാണെന്ന് മനസ്സിലായി. പിന്നീട് അവിടെയൊക്കെ JCB കൊണ്ടൊക്കെ മാന്തി വൃത്തിയാക്കി പുതിയ മണ്ണൊക്കെ അടിച്ചിട്ട് അവിടെ വീടുണ്ടാക്കി. അതുപോലെ നമ്മൾ താമസിക്കുന്നൊരു ഒരു പഴയ വീട് നമ്മൾ വാങ്ങിയാൽ അവിടെ ആരൊക്കെ ജീവിച്ചു, ആരൊക്കെ മരിച്ചു എന്ന് നമുക്കറിയാമോ? എന്തിന് നമ്മളൊരു ഹോട്ടൽ മുറിയിൽ പോയി താമസിച്ചാൽ, റൂം എടുത്താൽ അവിടെ ആരെങ്കിലും കെട്ടിത്തൂങ്ങി ചത്തുണ്ടോ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നമ്മൾ പഴയതിലേക്ക് നോക്കിക്കൊണ്ടുപോയാൽ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല.
അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെയും ഈ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കിട്ടി, ഉടനെ അരമന പൊളിക്കണം, അരമനയുടെ ഭൂമി പിടിച്ചെടുക്കണം എന്നൊന്നും പറയാൻ മാത്രമുള്ള മൗഢ്യമൊന്നും ഹിന്ദുക്കൾക്കില്ല. പക്ഷേ അവിടെ ഏറ്റവും മാതൃകാപരമായി പെരുമാറിയത് പാലാ രൂപതയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വിഗ്രഹം കിട്ടിയപ്പോൾ അവർ ചെയ്തത് തൊട്ടടുത്ത് ഉള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ അറിയിച്ചു. തൊട്ടടുത്ത് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ കപ്പയ്ക്ക് കളച്ചപ്പോൾ കുഴിയെടുത്തപ്പോൾ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഇതെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ശിവലിംഗവും പാർവതിയുടെ വിഗ്രഹവും സോപാന കല്ലുകളൊക്കെ കിട്ടുമ്പോൾ ഹിന്ദുക്കൾ അവിടെ വരും, അങ്ങനെ അതിനെടുത്ത് വൃത്തിയുള്ള സ്ഥലത്ത് വെക്കും, അവിടെ ഒരു വിളക്ക് കത്തിക്കും, പൂജ നടത്തും. എന്ന് പറഞ്ഞാൽ ആ സ്ഥലം കയറിയെടുക്കുക എന്നുള്ളതല്ല, ഒരു വിഗ്രഹം കണ്ടാൽ അതിന് വണങ്ങുക, അതിനെ നമസ്കരിക്കുക എന്നുള്ളത് ഹിന്ദുവിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്തു. പിന്നെ സംഘത്തിൻ്റെയും RSSൻ്റെയും ഹിന്ദു ഐക്യവേദി അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദു സംഘടനകളൊക്കെ അരമനയുടെ ആളുകളുമായിട്ട് ചർച്ച ചെയ്തു. വളരെ പോസിറ്റീവായിട്ടാണ് അരമന ഭാരവാഹികൾ അല്ല രൂപത ഭാരവാഹികൾ ഹിന്ദുക്കളുമായിട്ട് സംസാരിച്ചു, ക്ഷേത്ര ഭാരവാഹികളായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ബോധ്യമായത്, പഴയ ചരിത്രം നോക്കിയപ്പോൾ ഈ ഇപ്പോൾ അരമനയുടെ പാലാ രൂപതയുടെ പക്കലിരിക്കുന്ന സ്ഥലം കൂത്തപ്പാടി ഇല്ലംവക ആയിരുന്നു. അവിടെ തണ്ടാലത്ത് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം 7-8 തലമുറയ്ക്കപ്പുറത്തുണ്ടായിരുന്നു എന്ന് അറിയാവുന്ന പറഞ്ഞു കേട്ടുള്ള അറിവുണ്ടായിരുന്നു. പക്ഷേ ക്ഷേത്രമൊന്നുമില്ല, ആ ഇല്ലമൊക്കെ നശിച്ചു പോയി. ബ്രാഹ്മണരൊക്കെ പല ഇല്ലങ്ങളുടെ അവസ്ഥ അതൊക്കെ നശിച്ചു പോയി, ഭൂമി അന്യാധീനപ്പെട്ടു. പിന്നെ പലർക്ക് കൈമാറി വിറ്റ് ഒടുവിൽ 7-8 തലമുറയ്ക്ക് ശേഷമാണ് പാലാ രൂപത അത് വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ഷേത്രം എവിടെ പോയെന്നറിയില്ല, ആ ഇല്ലക്കാരെവിടെ പോയെന്നറിയില്ല. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. പണ്ട് അവിടെ ഒരു ഇല്ലം ഉണ്ടായിരുന്നു, ആ ഇല്ലം ഇപ്പോൾ എവിടെയാണ്? ഇല്ല ഉണ്ടെങ്കിൽ സ്വാഭാവികമായതിനോട് ചേർത്ത് ഒരു കാവോ ഒരു ക്ഷേത്രമോ ഒക്കെ ഉണ്ടാകുന്നുള്ളത് അവരുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ക്ഷേത്രം എവിടെ പോയി എന്നും ആരും അന്വേഷിച്ച് നടക്കാറൊന്നുമില്ല. അപ്പോഴാണ് ഈ ഭൂമി കിളച്ചപ്പോൾ മണ്ണ് കിളച്ചപ്പോൾ ഒരു വിഗ്രഹം കിട്ടിയത്. അപ്പോൾ അവർ രണ്ടു കൂട്ടരും അരമനക്കാർക്ക് രൂപതക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നും ആരോടും പറയാതെ ഈ വിഗ്രഹങ്ങളെടുത്ത് മാറ്റാമായിരുന്നു. അവിടെയാണ് ഒരു ക്രൈസ്തവ സഭ ഒരു രൂപതയുടെ ചുമതലയുള്ള ആളുകൾ, അതിപ്പം അവിടെ മണ്ണ് മാന്തിയപ്പോൾ പണിക്കാർക്കാണല്ലോ കിട്ടുന്നത്, അവർ പോയി ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പ്രീസ്റ്റിനെ അറിയിച്ച് കാണും, അത് ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് കാണും. അപ്പോൾ ഇത് അറിയാവുന്ന ബിഷപ്പിനോ അല്ലെങ്കിൽ അരമനയുടെ ഭാരവാഹികൾക്കോ രൂപത അധികൃതർക്കോ വേണമെങ്കിൽ അത് ആരും അറിയേണ്ട, എടുത്ത് കളഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. പക്ഷേ മാതൃകാപരമായിട്ട് അതവർ കണ്ടെത്തി ഇതൊരു നമ്മുടെ ഒരു സഹോദര മതത്തിൻ്റെ ആരാധനാമൂർത്തികളാണ്, അതുകൊണ്ട് തൊട്ടടുത്തുള്ള വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തെ അറിയിക്കാൻ രൂപത തീരുമാനമെടുത്തു. അപ്പോൾ ശരിക്കും ഇവർ ഈ പറയുന്ന വാർത്താമാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ രൂപത എടുത്ത ഇത്തരം നിലപാടിനെ ശ്ലാഘിക്കുകയല്ലേ വേണ്ടത്, അഭിനന്ദിക്കണം. വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വിഗ്രഹം ഇങ്ങനെ കിട്ടിയാൽ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം അത് സ്വമേധയാ തീരുമാനിക്കാൻ പറ്റില്ല, അത് ദേവപ്രശ്നം വെക്കും. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ട് പ്രശ്നവിധി പ്രകാരമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രൂപതക്കാർ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളുടെ രീതിയെങ്കിൽ അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്തിട്ട് ഇത് വിഗ്രഹം എവിടെയെങ്കിലും കൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന പൂജിച്ചുകൊണ്ടിരുന്ന സജീവമായിരുന്ന ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്, എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ട് മോഷ്ടിച്ചുകൊണ്ടുവന്നോ ഉപേക്ഷിച്ചതുമല്ല. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി, മണ്ണിനടിയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, എന്നാൽ പിന്നെ നിങ്ങൾ ദേവപ്രശ്നം വെക്കൂ, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കണമെന്നാണെങ്കിൽ അതുപോലെ ചെയ്യൂ. അതല്ല ഇനി ഇവിടെ തന്നെ ക്ഷേത്രം വെക്കണം എന്നാണെങ്കിൽ, അവിടെയാണ് ഞാൻ ഒരു ക്രൈസ്തവ സഭയുടെ ഹൃദയ വിശാലത ഞാൻ കാണുന്നത്. അവർ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അന്വേഷണത്തിൽ അറിഞ്ഞത് ക്രൈസ്തവ അരമന രൂപതാ ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് ക്ഷേത്രം വേണ്ടതുണ്ടെങ്കിൽ ഈ സ്ഥലം വിലയ്ക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്, രൂപത പറഞ്ഞു. അതെ. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവ് സ്റ്റോറിയല്ലേ? അതെ. അവർ കണ്ടെത്തിയ ആളുകൾ അത് ഒളിച്ചു വെക്കാതെ ക്ഷേത്രഭാരവാഹികളെ അറിയിക്കുന്നു, ചർച്ച നടക്കുന്നു, നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ ദേവപ്രശ്നം വെക്കൂ, എന്നിട്ട് അതിൽ പറയുന്നവരെ ചെയ്യൂ. ഇനി ഇവിടെ തന്നെ അമ്പലം ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഞങ്ങൾ ഈ വസ്തു വിലയ്ക്ക് തരാം എന്ന് പറഞ്ഞു. അത് വാർത്തയാക്കാതെ, അതായത് അവിടെ വിഗ്രഹം കണ്ടെത്തി അവിടെ ക്ഷേത്രം വേണമെന്ന് ഹിന്ദുക്കൾ പ്രശ്നമുണ്ടാക്കുന്നു, രൂപതയുടെ സ്ഥലത്ത് ഹിന്ദുക്കൾ ആരാധന നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു വാർത്ത കൊടുക്കാൻ ഈ പറഞ്ഞ മറ്റേ ചാനലുണ്ടല്ലോ അവർ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതേ പ്ലോട്ടിൽ, അതേ പാറ്റേണിൽ, അതേ വാക്കുകളിൽ, അതേ ആശയങ്ങളിൽ മറ്റു മാധ്യമങ്ങൾ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഹിന്ദുവിനെ ഇങ്ങനെ താഴ്ത്തി കെട്ടിയാൽ മാത്രമേ അതിന് വ്യൂവേഴ്സ് ഉള്ളൂ, റീഡേഴ്സ് ഉള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ അതല്ല, ഈ എല്ലാ മാധ്യമങ്ങൾക്കും സമീപകാലത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുണ്ടാകുന്ന ഒരു ഐക്യത്തിൽ ഇഷ്ടക്കേടുണ്ട്. അത് തകർക്കാനൊരവസരം കിട്ടിയാൽ ഇവർ
പരമാവധി ചെയ്യും. ഇത് നമ്മൾ കണ്ടതല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കരോൾ സംഘത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത. അതായത് ഒരു സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ വഴിയെ പോയ ഒരാൾ ഒരു അധ്യാപകരോട് അവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെ ഒറ്റ ആരാണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുപോലെ നടത്തുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ പേരിൽ CPM-കാർ ഇടപെട്ട് വലിയ വാർത്ത ഇലക്ഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ വേറെ എവിടെയോ കരോളോ പുൽക്കൂട് നശിപ്പിച്ചു. ആരാണ് നശിപ്പിച്ചത് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. BJP-കാരാണെന്നറിയില്ല, RSS-കാരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. എന്നിട്ടും അതിങ്ങനെ പറയാം, അവിടെ നശിപ്പിച്ചു ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. അങ്ങനെ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ ഉണ്ടായി വരുന്ന ഒരു ഐക്യത്തെ, പരസ്പര വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പാലായിൽ നടന്നത്. പക്ഷേ ഒറ്റ ദിവസം പോലും ആയുസ്സുണ്ടായില്ല, തീർന്നു. കാരണം അത് വാർത്ത ഉണ്ടാക്കിയ മറ്റേ ചാനലുണ്ടല്ലോ, അവരുടെ ലക്ഷ്യം കേരളത്തിൽ ഒരു വർഗീയ പ്രശ്നം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഉണ്ടാവുക എന്ന ദുഷ്ടബുദ്ധിയോടെയാണ് വാർത്ത ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുമാറ് വാർത്ത കൊടുത്തതിന് അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ് അല്ലേ? നിജസ്ഥിതി റിപ്പോർട്ട് ചെയ്യാതെ ചെന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് ആ പള്ളിക്കാരെ കാണണ്ടേ, അവരുടെ അഭിപ്രായം പറയണ്ടേ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ കാണണ്ടേ, അവരുടെ അഭിപ്രായം പറയണ്ടേ. നിങ്ങൾ ചർച്ച നടത്തിയോ? 4 ദിവസം മുമ്പ് നിങ്ങളിതേക്കുറിച്ച് ചർച്ച നടത്തിയിട്ട് എന്താണ് തീരുമാനം ഉണ്ടായതെന്ന് അവരുടെ വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്യാതെ ഒരു പ്രശ്നമുണ്ട് എന്ന തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ മാത്രമല്ല, നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ നടത്തിയത്. അപ്പോൾ ആ പള്ളിക്കാരോട് ചോദിച്ചാൽ സത്യം പുറത്തു വരുമെന്നും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരോട് ചോദിക്കാതെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി. ഒരു ദിവസം അതങ്ങ് ഓടും, കേരളത്തിൽ അത് ഏറ്റെടുക്കും, CPM ഏറ്റെടുക്കും. പക്ഷേ ചീറ്റിപ്പോയി. സമീപകാലത്ത് ഇതുപോലെ ചീറ്റിപ്പോയ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഉന്നതകുല പ്രയോഗം ഒരു 2 മണിക്കൂർ പോലും ആ സ്റ്റോറി സ്റ്റാൻഡ് ചെയ്തില്ല. കാരണം മാധ്യമങ്ങൾ മനഃപൂർവ്വം ഹിന്ദുവിനെതിരെ അജണ്ട ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അത് നമുക്ക് വേണം ക്ഷമിക്കാം, ഹിന്ദു മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി അവർ ചെയ്തതാണെന്ന് വെച്ച് നമുക്കങ്ങ് സമ്മതിക്കാം. പക്ഷേ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ചാലോ? അതൊരു വളരെ ഗുരുതരമായ കാര്യമാണ്. ഇപ്പം ഞാൻ ഇന്ന് നോക്കും, ഇന്നത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ്, മനോരമ പത്രത്തിൽ പോലും വാർത്തയില്ല. കാരണം ഇത് ഫേക്കാണ്, ഇങ്ങനൊരു പ്രശ്നം അവിടെയില്ല. 2 കൂട്ടരും ചേർന്ന് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും അടുത്ത നടപടി എന്താണെന്ന് വരെ തീരുമാനിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സൗഹാർദ്ദത്തോടെ പിരിഞ്ഞു എന്നും മനസ്സിലായതോടുകൂടി ആ വാർത്ത അവസാനിച്ചു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എടുക്കേണ്ട നിലപാടെന്താ? ആളുകളെ തമ്മിൽ ഒരുമിപ്പിക്കാനാണോ അകറ്റാനുള്ള നിലപാടാണ് എടുക്കേണ്ടത്? ഈ അകറ്റുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ റീഡേഴ്സ് കൂടും, അപ്പം ഞങ്ങളുടെ ചാനലിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പത്രത്തിന് റേറ്റിംഗ് കൂടും, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയായിരിക്കും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അങ്ങനെയല്ല സിനു, അങ്ങനെയല്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇവർക്ക് ചില ആളുകളെ തൃപ്തിപ്പെടുത്തണം. ഇവരെഴുതുന്ന വാർത്തകൾ, ഇവർ കാണിക്കുന്ന ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യും. ആ തൃപ്തിപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട ഈ തലപ്പത്തിരിക്കുന്നവരല്ലേ അവർ പറയുകയാണ്. കാരണം ഇപ്പോഴും ഇവർ കരുതുന്നില്ല കേരളത്തിലെ ജനസംഖ്യയിൽ ഇപ്പോഴും 55% മുകളിൽ ഹിന്ദുക്കൾ തന്നെയാണ്. ആ ഹിന്ദുക്കളിൽ നല്ല ശതമാനം തന്നെയാണ് ഈ ചാനലുകൾ കാണുകയും ഈ മറ്റേ ചാനൽ കാണുന്നുണ്ടായിരിക്കത്തില്ല, ഈ ചാനലുകൾ കാണുകയും ഈ പത്രങ്ങൾ വായിക്കുകയും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ വിഭാഗം ഉണ്ടല്ലോ, എന്തിനാ മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് ചെയ്യുന്നത്. ആ മുസ്ലിമുകൾ 30% ഉണ്ടായിരിക്കും. ഈ 30%-ൽ എത്ര പേർ നിങ്ങളുടെ പത്രം വാങ്ങുന്നുണ്ട്? മനോരമ, മാതൃഭൂമി, അവർക്ക് എത്ര പത്രമുണ്ട്? കേരളത്തിലെ മുസ്ലിമുകൾക്ക് എത്ര പത്രം ഉണ്ടെന്നറിയോ? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എണ്ണിക്കോ? ചന്ദ്രിക, മാധ്യമം, സിറാജ്, സുപ്രഭാതം, വർത്തമാനം, ഇങ്ങനെ എത്ര പത്രമുണ്ട്? അവർ ഇതൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളുടെ മനോരമയും നിങ്ങളുടെ മാതൃഭൂമിയും ദേശാഭിമാനിയൊക്കെ മേടിക്കുള്ളൂ. അതുപോലെ ഇവർ ആദ്യം നിങ്ങളുടെ മീഡിയ 1 വെച്ച് കഴിഞ്ഞിട്ട് മനോരമയെ, ഏഷ്യാനെറ്റ് നിങ്ങളുടെ ചാനലിൽ വെക്കുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിരന്തരം വാർത്തകൾ കൊടുത്ത് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി വർഗീയ കലാപം വരെ ഉണ്ടാക്കാൻ ശ്രമിച്ച് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ചിലവിൽ നിങ്ങൾ ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. പണ്ട് അഭിമന്യു, മഹാരാജാസ് കോളേജിലെ അഭിമന്യു, SFI നേതാവില്ലേ, SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെടുന്നതിന് കഷ്ടിച്ചേണ്ട ഒരാഴ്ച മുമ്പൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതായത് RSSൻ്റെ പേരും പറഞ്ഞ് ഇവന്മാർ ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് വല്ലാതെ കയറുന്നുണ്ട്. കാരണം RSS എന്ന് പറഞ്ഞവർ ആക്രമിക്കുന്നത് ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്കാണ്. ഇപ്പൊ ലിംഗം തപ്പാൻ നടക്കുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ശിവലിംഗം എന്ന് പറയുന്നത് കേവലം ഒരു ലൈംഗിക അവയവം എന്ന നിലയിലല്ല ഹിന്ദുക്കൾ കാണുന്നത്. ആ ശിവലിംഗം എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് അറിയാതെയാണ്
ലിംഗം 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 എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നിങ്ങൾ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ വികാരത്തെ അവരണപ്പെടുത്തുന്നത്. ഹിന്ദുവിനെയാണ് ആക്ഷേപിക്കുന്നത്. അതെ, പറയുന്നത് RSSനെ ആണെന്ന് പറയും. പറയുന്ന RSSനെ ആണെന്ന് പറയും. അപ്പോൾ RSS തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കുന്നത്, എതിർക്കുന്നത് എല്ലാം ഹിന്ദുവിനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് അഭിമന്യു പറയുകയും ചെയ്തിരുന്നു അല്ലേ? അഭിമന്യു പറഞ്ഞു കഥ കഴിഞ്ഞു. അതെ, പറഞ്ഞു കഥ കഴിഞ്ഞു. അതുകൊണ്ട് അഭിമന്യുവിൻ്റെ കേസോ എങ്ങും എത്തിയില്ല. നോക്കൂ, ഞാൻ ചോദിക്കുന്നത്, അഭിമന്യുവിനെ കൊലപ്പെടുത്തി, നിഷ്ഠൂരമായ കൊലയാണ്. ഒരു ഭാവിക്ക് വാഗ്ദാനമായ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. കൊന്നത് ആരാണെന്ന് പറയാം. ഒരു SFIക്കാരനെ കൊലപ്പെടുത്തിയാൽ, ഒരു KSUക്കാരനാവട്ടെ അല്ലെ ABPക്കാരനാവട്ടെ, ഒരു SFIക്കാരനെ കൊന്ന ഈ നാട്ടിലെ SFI എങ്ങനെ റിയാക്ട് ചെയ്യും? CPM എങ്ങനെ റിയാക്ട് ചെയ്യും? അവൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് ഈ കൊന്നവൻ്റെ കുടുംബം വരെ അവർ കൈകാര്യം ചെയ്യും. ഇതിലെ കേസിലെ പ്രതികളെ പോലും പിടിക്കാൻ പറ്റിയില്ല. കുറ്റപത്രം കാണാതെ പോയി. അതായത് കുത്തിക്കൊന്നവരുടെ ദേഹത്ത് ഒരു പിടി മണ്ണ് വാരിയിടാൻ SFIക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. നാളെ ഏതെങ്കിലും SFIക്കാരൻ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ആരുടെയെങ്കിലും കൊലക്കത്തിക്കിരയായാൽ ഇതേപോലെ പ്രതികളെ രക്ഷിക്കാൻ, പ്രതികളെ ഒളിവിൽ പോകാൻ, പ്രതികൾ സ്വമേധയാ കോവിഡ് കാലത്ത് പട്ടിണി കിടന്ന് മടുത്ത് കോടതിയിൽ വന്ന് കീഴടങ്ങിക്കഴിഞ്ഞാൽ ആ കേസിൻ്റെ കുറ്റപത്രം പോലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഈ SFIക്കാർ സമ്മതിക്കുമോ? ഈ അഭിമന്യുവിൻ്റെ അമ്മ എത്ര സങ്കടത്തോടെ എന്ന് പറഞ്ഞു, എൻ്റെ മോൻ മരിച്ചിട്ട് ഇത്രയായിട്ടും ആ കുറ്റപത്രം പോലും ഒന്നും നൽകുന്നില്ല. ഒരു അമ്മയുടെ വിഷമം പോലും ആ പാർട്ടി M. സ്വരാജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേസ് നടപടി വേഗത്തിലാക്കാൻ. ഒരു ജഡ്ജിയാണല്ലോ. അതെ. ഏതായാലും കേരളത്തിൽ വലിയ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭയോട് കൈകൂപ്പി നിന്ന് ഹിന്ദുക്കൾ നന്ദി പറയണം. കാരണം ഇത്ര ഉദാരമായ നിലപാടെടുത്ത്, ഇത്ര മാതൃകാപരമായ നിലപാടെടുത്ത് കേരളത്തിലെ ചില ആളുകളുടെ താല്പര്യപ്രകാരം ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ മുളയിലെ നുള്ളിക്കളഞ്ഞ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന യേശുദേവൻ്റെ യഥാർത്ഥ അനുയായികളാണ് പാലാ രൂപതയിലുള്ളതെന്ന് നമുക്ക് വ്യക്തമായി. അവർക്ക് ABCയുടെ വക ഒരു ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.